السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മളുടെ ഈ തർബിയത്ത് ക്യാമ്പിലെ അവസാനത്തെ ദർസാണ്. നമ്മുടെ ഒരു സദസ്സിൻ്റെ ഭംഗിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് അടുത്തേക്ക് ഇരുന്നാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ പള്ളിയുടെ പുറം ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് സദസ്സിലേക്ക് കയറിയിരുന്നാൽ കുറച്ചുകൂടെ നന്നാവും. കഴിഞ്ഞ തർബിയത്ത് ക്യാമ്പുകളിലായി നമ്മൾ പഠിച്ചു വന്നിരുന്ന വിഷയത്തിൻ്റെ തുടർച്ചയാണ് നമ്മളെടുക്കുന്നത്. പ്രത്യേകിച്ച് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കൽ അനിവാര്യമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് നമ്മളെടുത്തു വരുന്നത്. അത്വലാഖ് അഥവാ പരിശുദ്ധ ഇസ്ലാമിലെ ത്വലാഖുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. ത്വലാഖ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ വിവാഹമോചനമാണ്. ഒരു വിവാഹം അത് മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ പരസ്പരം ആ ബന്ധം വേർപിരിയാനുള്ള അവകാശം ദമ്പതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിൽ പുരുഷൻ്റെ ഭാഗത്തു നിന്ന് സ്ത്രീയെ മൊഴി ചൊല്ലുന്നതിനാണ് ത്വലാഖ് എന്ന് പറയുന്നത്. ത്വലാഖിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ 3 ത്വലാഖുകളാണ് ഉള്ളത്. അത്വലാഖു മറത്താൻ ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. അഥവാ അയാൾക്ക് 2 തവണ ത്വലാഖ് ചൊല്ലിയാൽ തിരിച്ചെടുക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ അതിനുശേഷം 3ാമത്തെ തവണയും അയാൾ ഒരു സ്ത്രീയെ ത്വലാഖ് ചെയ്താൽ സാധാരണ നിലക്ക് ആ സ്ത്രീ മറ്റൊരു വിവാഹം ചെയ്യപ്പെടുകയും അങ്ങനെ സ്വാഭാവികമായി ഇദ്ദേഹത്തിന് വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപാട് എന്ന നിലക്കല്ല, സ്വാഭാവികമായി അവർ മൊഴി ചൊല്ലപ്പെടുകയും ചെയ്താൽ മാത്രമേ ആ വ്യക്തിക്ക് വീണ്ടും ആ സ്ത്രീ വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്കറിയുന്ന നിയമങ്ങളാണ്. എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ നിയമമാണ്, ഇസ്ലാമിൽ ത്വലാഖ് ശരിയാകണമെങ്കിൽ ത്വലാഖ് 2 വിധമാണ്. ഒന്ന് അത്വലാഖുസ് സുന്നി വത്വലാഖുൽ ബിദ്ഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചു വരുന്നതായ ത്വലാഖ്, അതാണ് ഒരു ത്വലാഖ്. 2ാമത്തെ ത്വലാഖ് എന്ന് പറയുന്നത് ത്വലാഖുൽ ബിദ്ഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ത്വലാഖ്. ഒരാളുടെ ത്വലാഖ് ശർഈയായ നിയമങ്ങളോട് യോജിക്കുന്നതായി തീരണമെങ്കിൽ 2 നിബന്ധനകൾ അനിവാര്യമായി ഉണ്ടാകണം. അതിൽ 1ാമത്തെ നിയമം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ത്വലാഖ് ഒരുമിച്ച് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ 3 ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ 2 ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് ശർഈൻ്റെ നിയമം. മറിച്ച് 1 തവണ ഒരു ത്വലാഖേ ചൊല്ലാൻ പാടുള്ളൂ. ബന്ധം വേർപിരിയാനാണെങ്കിൽ 1 ത്വലാഖ് തന്നെ മതി. കാരണം 1 ത്വലാഖിന് ശേഷം ആ സ്ത്രീയെ ആ വ്യക്തി ഇദ്ദ കാലയളവിൽ തിരിച്ചെടുത്തില്ലെങ്കിൽ എന്താവും? ത്വലാഖ് പൂർണ്ണമാകും. ഇദ്ദ കഴിയുന്നതോടുകൂടി ആ സ്ത്രീ അയാളുടെ ഭാര്യയല്ലാതായി മാറും. അപ്പോൾ ത്വലാഖാണ് ഉദ്ദേശമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 ത്വലാഖ് തന്നെ മതിയാകുന്നതാണ്. ശർഈൽ അത്രയേ ഉള്ളൂ. 1-ലധികം ത്വലാഖ് ഒരുമിച്ച് ചൊല്ലാൻ പാടില്ല, ഇസ്ലാമിക നിയമപ്രകാരം തന്നെ. അപ്പോൾ 1-ൽ കൂടുതൽ ത്വലാഖ് ഒരുമിച്ച് ചൊല്ലിയാൽ അതിന് പറയാം ത്വലാഖുൽ ബിദ്ഇ,
ബിദ്അത്താകുന്നതായ ത്വലാഖ് എന്ന് പറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാൾക്ക് ഒരു സ്ത്രീയെ തോന്നുമ്പോൾ അങ്ങോട്ട് ത്വലാഖെല്ലാം പറ്റില്ല. ഒരു സ്ത്രീ ഹൈദുകാരിയായിരിക്കെ ഒരാൾ ത്വലാഖ് ചൊല്ലിയാൽ അത് ത്വലാഖുൻ ബിദ്ഇയാണ്. അപ്പോൾ സുന്നത്തിനോട് യോജിക്കാത്ത രൂപത്തിലുള്ള ത്വലാഖായിട്ടാണ് അത് പരിഗണിക്കുക. ഒരു സ്ത്രീ ഹൈദുകാരിയായിരിക്കെ ശുദ്ധിയിലല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെ ത്വലാഖെല്ലാം പാടില്ല. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയെ ഹൈദ് കഴിഞ്ഞ ശുദ്ധികാലത്ത്, ആ ശുദ്ധികാലത്തിൽ അവർ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഹൈദ് വന്ന് അതിൽ നിന്ന് ശുദ്ധിയായ ശേഷമല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല? ത്വലാഖെല്ലാം പറ്റൂല. അപ്പോൾ ഒരാൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ പറയാനുള്ളതല്ല എന്ത്? ത്വലാഖ് എന്ന് പറയുന്നത്. അതിന് നിയമങ്ങളുണ്ട്. അപ്പോൾ പരസ്പരം തെറ്റുമ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ പെട്ടെന്ന് കയറിയിട്ട് എന്ത് ചെയ്യുക? ഞാൻ നിന്നെ ത്വലാഖല്ലി മൊഴിയൊല്ലി എന്ന് പറയാനുള്ളതല്ല ത്വലാഖ്. ത്വലാഖിന് കൃത്യമായ അതിൻ്റെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കപ്പെടണം. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇങ്ങനെ തെറ്റായ രൂപത്തിൽ ത്വലാഖ് ചൊല്ലിയാൽ അതിനെ ത്വലാഖായി പരിഗണിക്കുമോ പരിഗണിക്കുകയില്ലയോ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതത് നാടുകളിലെ അവിടുത്തെ അവരെല്ലാവരും സ്വീകരിക്കുന്ന അല്ലെങ്കിൽ കണക്കാക്കുന്ന നിയമമുണ്ടെങ്കിൽ ആ നിയമമാണ് എന്ത് ചെയ്യുക? പരിഗണിക്കുക. രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ, അത് അയാൾക്ക് ഒന്നിലധികം ത്വലാഖുകൾ ഉള്ള വേളയിലാണെങ്കിൽ ഒരു ത്വലാഖായിട്ട് അതെന്ത് ചെയ്യും? പരിഗണിക്കും. ഒരു ചാൻസ് അവിടെ അയാൾക്ക് നഷ്ടപ്പെട്ടു. ആ സ്ത്രീയെ നിർബന്ധമായും അയാൾ തിരിച്ചെടുക്കും വേണം. അങ്ങനെയാണ് അതിനെന്ത് ചെയ്യുക? പരിഗണിക്കപ്പെടുക എന്നർത്ഥം. മാത്രമല്ല, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ അവരെ അങ്ങോട്ട് മൊഴി ചൊല്ലുന്നതിനാണ് നമ്മൾ ത്വലാഖ് എന്ന് പറയുക. തൻ്റെ മഹർ തിരികെ നൽകി തന്നെ മോചിപ്പിക്കണമെന്ന് പുരുഷനോട് ആവശ്യപ്പെടുന്നതിന് ഖുൽഅ എന്നാണ് പറയുക. ഖുൽഅ എന്നാണ് പറയുക. ഇനി ഖാദി ബന്ധം വേർപ്പെടുത്തുക. രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തെ കാരണങ്ങളുണ്ടാകും. അതിൻ്റേതായ കാരണങ്ങളെ മുൻനിർത്തി ഖാദിയോ മറ്റോ വേർപ്പെടുത്തുന്നതിനാണ് എന്തു പറയുക? ഫസ്ഖ് എന്ന് പറയുക. അധികാരി വേർപ്പെടുത്തുന്നതിനാണ് എന്തു പറയുക? ഫസ്ഖ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ത്വലാഖ്, ആ ത്വലാഖിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഇഷ്ടമുള്ള സമയത്ത് തോന്നുമ്പോൾ ത്വലാഖ് എന്ന് പറയാൻ പറ്റുകയില്ല. അതിന് നിയമങ്ങളുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയെ ഒരാൾ മൊഴി ചൊല്ലിയാൽ അവരുടെ ഇദ്ദ കാലയളവ് കഴിയുന്നത് വരെ അവർ ഭാര്യയാണ്. അവരുടെ ഇദ്ദ കാലയളവ് കഴിയുന്നതിന് മുൻപ് ഇദ്ദേഹം മരണപ്പെട്ടാൽ അവർക്ക് എന്തുവരെ കിട്ടും? അനന്തര സ്വത്ത് വരെ കിട്ടും. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെന്താ സംഭവിക്കുക? ആദ്യം തന്നെ ആകെ പ്രശ്നമായി, രണ്ടുപേരും അടിച്ചു പിരിഞ്ഞ് ഒരാൾ ആ പേരയിലും ഒരാൾ ഈ പേരയിലും കൊണ്ടയാക്കി. അതിനുശേഷമാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാവുക. പിന്നെ അവിടെ ബന്ധമൊക്കെ ആദ്യം നേരത്തെ മുറിച്ചിട്ടുണ്ടാവും. അതൊന്നും ശർഈയായ രീതിയല്ല. മറിച്ച് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ മൊഴി ചൊല്ലിയാൽ ആ സ്ത്രീയുമായി ആ പുരുഷൻ ജീവിക്കുന്ന വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കാനും പാടില്ല, അവൾ പുറത്തു പോകാനും പാടില്ല. ഇദ്ദ കാലയളവ് കഴിയുന്നത് വരെ അള്ളാൻ്റെ ഹുക്കുമാണ്. അത് കഴിഞ്ഞാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സ്ത്രീക്ക് ഒരു വീട്ടിൽ നിന്ന് അവിടുന്ന് ശാരീരികമായ മറ്റോ നിലക്കുള്ള ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുറത്തു പോകാൻ പറ്റുള്ളൂ. അവിടെ ആ പുരുഷനായിരിക്കും അതിൻ്റെ കുറ്റക്കാരൻ എന്നർത്ഥം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഏകദേശം നമ്മൾ എടുത്ത ഭാഗങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ച. ഇനി അതിൻ്റെ ബാക്കി വരുന്നത് ഒരാൾക്ക് മൊഴി ചൊല്ലിയ ഭാര്യയെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനാണ് റജ്അ എന്ന് പറയുക. റജ്അ എന്താ? റജ്അ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുക. ഈ തിരിച്ചെടുക്കാനുള്ള അധികാരം ഈ മൊഴി ചൊല്ലിയ പുരുഷനാണുള്ളത്. അതിന് മറ്റാരുടെയെങ്കിലും സമ്മതം ലഭിക്കണമെന്നുണ്ടോ? ആരുടെയും സമ്മതം ആവശ്യമില്ല. അഥവാ ആ ഇദ്ദ കാലയളവിൽ അവരെ തിരിച്ചെടുക്കാനുള്ള അധികാരമുള്ളതാർക്കാ? ആ മൊഴി ചൊല്ലിയ ഭർത്താവിനാണ്. അപ്പോൾ അവളുടെ ബാപ്പ സമ്മതിക്കുന്നില്ല, ബാപ്പയുടെ സമ്മതം അവിടെ എന്തല്ല വിഷയം അല്ല, മറിച്ച് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം? തിരിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അഹഖിയത്തു റുജൂ, ഭാര്യയെ തിരിച്ചെടുക്കാനുള്ള അവകാശം ഈ മൊഴി ചൊല്ലിയ വ്യക്തിക്കാണ് എന്നർത്ഥം.
ഇതൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകളാലൊക്കെ ആയിരിക്കും എന്തുണ്ടാവുക, ഈ മൊഴി ചൊല്ലിയ സാഹചര്യങ്ങൾ മറ്റുണ്ടാവുക. അപ്പോൾ ആ തെറ്റിദ്ധാരണ ചിലപ്പോൾ നീങ്ങിയാൽ അവർക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് തന്നെ തിരിച്ചെടുക്കാം. മാത്രമല്ല രണ്ടാമത്തെ സാഹചര്യം, ഈ പറഞ്ഞ പോലെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അങ്ങനെ രണ്ടുപേരും പരസ്പരം പിരിയാൻ തീരുമാനിച്ചു. ഒരേ വീട്ടിൽ രണ്ടുപേരും എന്ത് ചെയ്യുന്നു, പരസ്പരം ശാരീരിക ബന്ധമില്ലാതെ രണ്ടുപേരും എവിടെ ജീവിക്കുന്നു, രണ്ടുപേരും ഒരേ വീട്ടിൽ ജീവിക്കുന്നു. അപ്പോൾ അവർക്ക് തോന്നാണ് ഈ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി, വേണ്ട നമുക്ക് പരസ്പരം ഒരുമിച്ച് ജീവിക്കാം എന്ന് അവർ തീരുമാനിക്കുകയാണെങ്കിൽ മറ്റൊരാളുടെയും ഇടപെടലുകളില്ലാതെ അവർക്ക് പരസ്പരം എന്ത് ചെയ്യാം, ഒരുമിച്ച് ജീവിക്കാൻ ആ നിമിഷം തീരുമാനിക്കാം. ഇതിനാണ് റജ്അ എന്ന് പറയുന്നത്. അപ്പോൾ റജ്അ എന്ന് പറയുന്നത് വാക്കാലോ അതല്ലെങ്കിൽ അവർ രണ്ടുപേരും പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ രണ്ടുപേരും വീണ്ടും ആരംഭിച്ചു. അവർക്ക് എന്ത് ചെയ്യാം, ആ നിലക്കോ അതല്ലെങ്കിൽ വാക്കാലോ ഈ റജ്അ എന്ത് ചെയ്യാം, പിന്നെ ഒരുമിച്ച് പരസ്പരം ജീവിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ള തീരുമാനം അവർക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യണം, അത് അറിയിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക ആവശ്യമാണ്. കാരണം എന്താ, ഇല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കുക അദ്ദേഹം മൊഴി ചൊല്ലിയതാണ്, ഇത്ര സമയം കഴിഞ്ഞപ്പോൾ അവർ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട്, അവർക്ക് അനന്തര സ്വത്തിലൊന്നും എന്തില്ല, അവകാശമില്ല എന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ തെറ്റിദ്ധരിക്കും. പ്രത്യേകിച്ച് ഒരാൾ മരണപ്പെട്ടു പോയാൽ പിന്നെ ഒരാളോട് ഈ ഭാര്യ വന്നിട്ട് പറയാണ്, അല്ലെ എന്നെ തിരിച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരും എന്ത് ചെയ്യില്ല, ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരില്ല, പ്രശ്നങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് സാമ്പത്തികമായ വിഷയങ്ങൾ കൂടി കടന്നു വരുമ്പോൾ. അതുകൊണ്ടാണ് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ആ തിരിച്ചെടുത്ത് എന്നുള്ളത് അവർക്ക് പരസ്പരം ഒരുമിച്ച് ജീവിക്കാം. അങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക എന്തെങ്കിലും ചടങ്ങുകളൊന്നും ആവശ്യമില്ല. പക്ഷേ അത് വേണ്ടപ്പെട്ടവരെ തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളത് അറിയിക്കൽ എന്താണ്, ഒരു സ്വാഭാവികമായ ആവശ്യമാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ഏതൊരാളെയാണ് ഒരാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുക, ഒരാൾ 2 തവണ അഥവാ മൊഴി ചൊല്ലുമ്പോൾ ഒന്നാമത്തെ മൊഴി ചൊല്ലലും രണ്ടാമത്തെ മൊഴി ചൊല്ലലും തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. 3ാമത്തെ മൊഴി ചൊല്ലൽ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് തിരിച്ചെടുക്കുക എന്നുള്ള ഓപ്ഷൻ ഇല്ല. അതിനാണ് ബൈനൂനത്തുൻ കുബ്ര എന്ന് പറയും. അവിടെ വലിയ ബൈനൂനത്ത് അവർക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞു, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. പിന്നെ അവരുടെ ഇദ്ദ കാലയളവ് കഴിഞ്ഞ് മറ്റൊരാൾ അവരെ വിവാഹം ചെയ്യുകയും സ്വാഭാവികമായി മൊഴി ചൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം 3ാമത്തെ തൊലാഖിന് ശേഷമാണെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ഒരു സ്ത്രീ അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദ കാലയളവിലാണെങ്കിൽ എന്ത് ചെയ്യാം, അവരെ തിരിച്ചെടുക്കാം. ഇനി ഇദ്ദ കാലയളവ് കഴിഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റുമോ? തിരിച്ചെടുക്കാം. പക്ഷെ എന്തു വേണം, അഖദ് വേണം, പുതിയ അഖദ് വേണം. അതായത് ഒരാൾ തൻ്റെ ഭാര്യയെ മൊഴി ചൊല്ലി, ഈ മൊഴി ചൊല്ലി രണ്ടുപേരും പിന്നെ ഇദ്ദ കാലയളവ് കഴിഞ്ഞു, വേറിട്ട് ജീവിക്കാൻ ആരംഭിച്ചു. ചിലപ്പോൾ അവർക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങുകയോ അതല്ലെങ്കിൽ അവർ ഇനി പരസ്പരമുള്ള ആ വിയോജിപ്പുകളൊക്കെ പറഞ്ഞ് സംസാരിച്ച് തീർത്ത് നല്ലക്ക് ഒരുമിച്ച് ജീവിക്കാം, പ്രത്യേകിച്ച് മക്കളുടെയൊക്കെ വിഷയം വരുമ്പോൾ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ജീവിക്കാം എന്ന് രണ്ടു കൂട്ടർ തീരുമാനം എടുത്തെന്ന് വിചാരിക്കാം. പക്ഷേ ഇദ്ദ കാലയളവ് കഴിഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ പറ്റുമോ? വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. എന്തു വേണം? പുതിയ അഖദ് വേണം. എന്താ പുതിയ അഖദ്? എങ്ങനെയാണോ ആദ്യം അവരെ വിവാഹം ചെയ്തത് ആ ചെയ്തതുപോലെ നിക്കാഹ് ചെയ്യണം. 2 സാക്ഷികൾ വേണം, അവരുടെ വലിയ വേണം, എന്നിട്ട് എന്ത് ചെയ്യണം? നിക്കാഹ് ചെയ്യണം. അങ്ങനെ നിക്കാഹ് ചെയ്യാൻ പറ്റിയപ്പോൾ മാത്രമാണ് 2 തൊലാഖിൽ നിൽക്കുമ്പോൾ 3ാമത്തെ തൊലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആ നിലക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ഇദ്ദക്ക് മുന്നേ ആണെങ്കിൽ, ഇദ്ദ കാലയളവ് കഴിയുന്നതിൻ്റെ മുന്നാണെങ്കിൽ എന്ത് ചെയ്യുക? സാധാരണ നിലക്ക് അവർക്ക് തന്നെ തീരുമാനിച്ച് തിരിച്ചെടുക്കുക. ഒരു അഖദും വേണ്ട, ഒരു നിക്കാഹും വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ ഇദ്ദ കാലയളവ് കഴിഞ്ഞ ശേഷമാണെങ്കിൽ എന്തു വേണം? പുതിയ അഖദ് വേണം, കരാർ വേണം, സാക്ഷികൾ വേണം. ആ നിയമങ്ങളൊക്കെ ബാധകമാകും എന്നർത്ഥം. മാത്രമല്ല, ഒരു സ്ത്രീ ഭർത്താവിന് തൻ്റെ മഹർ തിരികെ നൽകി എനിക്ക് നിങ്ങളിൽ നിന്നും വിവാഹമോചനം വേണം എന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടുകയും അതുവഴി ഭർത്താവ് അവർക്ക് മഹർ തിരികെ വാങ്ങിയിട്ട്, അതാണ് ഇവദ് എന്ന് പറയാം,
പാരിതോഷികം തിരികെ വാങ്ങിയിട്ട് ബന്ധം ഒഴിഞ്ഞു കൊടുക്കുകയാണ് എങ്കിൽ അതിലെന്തില്ല, ഭർത്താവിന് റജഅത്തില്ല, തിരിച്ചെടുക്കാൻ പറ്റൂല. പരസ്പര സമ്മതപ്രകാരം വേണമെങ്കിൽ അവർക്ക് വീണ്ടും പുതിയ നിക്കാഹ് എന്ത് ചെയ്യാം, പുതിയ അഖ്ദ് വിവാഹം കഴിക്കാം. എന്നല്ലാതെ ഈ ഭർത്താവിന് പോയിട്ട് ഞാൻ നിന്നെ തിരിച്ചെടുക്കുന്നു എന്ന് പറയാനുള്ള അവസരം അവിടെ ഇല്ല. ഏതിൽ? ഖുൽഇൽ അങ്ങനെ ഒരു അവസരം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ വളരെ സുപ്രധാനമാണ്. മാത്രമല്ല, ഒരാളുടെ നിക്കാഹ് സ്വഹീഹാണെങ്കിൽ, നിക്കാഹ് അതിൻ്റെ ഷർത്തും നിയമങ്ങളൊക്കെ പാലിച്ചുള്ള നിക്കാഹാണെങ്കിലേ ത്വലാഖ് ചെയ്താൽ തിരിച്ചെടുക്കാനുള്ള അവസരം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ആദ്യത്തെ നിക്കാഹിനെ ശരിയല്ലാത്തത് കൊണ്ട് പുതിയ നിക്കാഹ് ശരിയായ വിധം നടത്തേണ്ടി വരും. ഉദാഹരണത്തിന് വലിയില്ലാതെയാണ് ആദ്യം നിക്കാഹ് ചെയ്തത്, വലിയില്ലാതെയായിരുന്നു ആദ്യം നിക്കാഹ് ചെയ്തത്. അങ്ങനെ പിന്നീട് മൊഴി ചൊല്ലപ്പെട്ടു, ത്വലാഖ് ചെയ്യപ്പെട്ടു. അപ്പോൾ രണ്ടുപേർക്ക് വീണ്ടും തിരിച്ച് വിവാഹത്തിലേക്ക് വരണമെങ്കിൽ, ദാമ്പത്യത്തിലേക്ക് വരണമെങ്കിൽ പഴയ അഖ്ദ് പ്രകാരം തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ല. കാരണം ആദ്യത്തെ അഖ്ദ് തന്നെ എന്താണ്? ബാത്തിലാണ്, അതിൽ വലിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പുതിയ അഖ്ദ് അവർക്ക് അനിവാര്യമാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ഒരാൾ തിരിച്ചെടുത്തു എന്നുള്ളത് എന്തു ചെയ്യണം? ഒന്നുകിൽ തിരിച്ചെടുത്താൽ സ്പഷ്ടമായി തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തോ തിരിച്ചെടുത്തില്ലേ എന്നിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഉറപ്പില്ലാതെ ഇടുക, അത് പറ്റില്ല. കാരണം ശർഈയായ മറ്റ് നിയമങ്ങൾ ഇതിലെന്താണ്? ബാധകമായി. അതുകൊണ്ട് തിരിച്ചെടുത്താൽ തിരിച്ചെടുത്ത് എന്നെന്ത് ചെയ്യണം? അയാൾ ഉറപ്പിച്ച് സ്പഷ്ടമായി പറയണം എന്നർത്ഥം. അതുപോലെ തന്നെ ഒരാൾക്ക്, അയാളെ സംബന്ധിച്ചിടത്തോളം അൽ മുതല്ലഖത്തു ത്വലാഖൻ റജ്ഇയ്യൻ, തിരിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ത്വലാഖിൽ നിൽക്കുന്ന മുത്തല്ലഖ, അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദ കാലയളവിലായിരിക്കെ അവർ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം നൽകണം, ചെലവിന് കൊടുക്കണം, അവർക്ക് പാർപ്പിടം നൽകണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ആ ഇദ്ദ കാലയളവ് തീരുന്നതിന് മുന്നേ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ അവർക്ക് എന്തും കിട്ടും? അനന്തര സ്വത്തും ലഭിക്കും. അഥവാ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായി തന്നെയാണ് പരിഗണിക്കപ്പെടുക എന്നർത്ഥം. മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരണപ്പെട്ടാലുള്ള ഇദ്ദയിൽ അവർ അലങ്കാരങ്ങളൊക്കെ വെടിയും. തിരിച്ചെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ഇദ്ദയിലുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അലങ്കാരം വെടിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവർക്കെന്ത് ചെയ്യുക? ഏറ്റവും അലങ്കാരമുള്ള വസ്ത്രം, തിരിച്ചെടുക്കാൻ ആവശ്യമായ വസ്ത്രങ്ങളൊക്കെ അവർക്ക് ധരിക്കാം. അഥവാ ആ വ്യക്തിയുടെ മുന്നിൽ സീനത്തോടു കൂടി ആ സ്ത്രീ നിൽക്കുന്നതിൽ എന്തില്ല? തെറ്റില്ല എന്നർത്ഥം. ഇതൊക്കെ ഇതിൻ്റെ ശർഈയായ നിയമങ്ങളിൽ പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇദ്ദ കാലയളവ് കഴിയുന്നതോടുകൂടി റജഅ അഥവാ തിരിച്ചെടുക്കുക എന്നുള്ള ആ ഓപ്ഷൻ കഴിഞ്ഞു. ഇനി അവരുടെ 3 ഹൈദുകളിൽ നിന്ന്, അഥവാ ഇദ്ദ കാലയളവ് എന്ന് പറഞ്ഞാൽ മൊഴി ചൊല്ലപ്പെട്ട സ്ത്രീക്ക് 3 തവണ ഹൈദുണ്ടാകുകയും ആ ഹൈദിൽ നിന്ന് അവർ ശുദ്ധിയായിത്തീരുകയും ചെയ്താൽ, ഈ 3 ഹൈദ് എന്ന് പറയുന്നത് സാധാരണ നിലക്ക് ക്രമപ്രകാരം ഹൈദ് വരുന്ന സ്ത്രീ, അങ്ങനെയല്ലാത്ത സ്ത്രീകളാണെങ്കിൽ, അല്ലെങ്കിൽ ഹൈദ് നിന്ന് പോകുക, അല്ലെങ്കിൽ സാധാരണ നിലക്ക് അങ്ങനെ ക്രമപ്രകാരം ഹൈദ് ഉണ്ടാവാത്ത സ്ത്രീയോ ആണെങ്കിൽ എന്താ ചെയ്യുക? 3 മാസമായി പരിഗണിക്കും. അപ്പോൾ സാധാരണ നിലക്ക് കൃത്യമായി ഹൈദ് ഉണ്ടാകുന്ന സ്ത്രീയാണെങ്കിൽ അവർക്ക് 3 ഹൈദ്, ആ ഹൈദിൽ നിന്ന് അവർ ശുദ്ധിയാകുന്നതോടുകൂടിയാണ് അവരുടെ ഇദ്ദ കാലയളവ് കഴിയുന്നത്. അതിനുശേഷം പിന്നെ അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് സ്വീകരിക്കാം. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിവാഹത്തിലേക്ക് അവർക്ക് പോകാം. ഇദ്ദേഹം പിന്നെ വീണ്ടും ഇവരെ വിവാഹം ചെയ്യാൻ തയ്യാറാണെന്ന് വന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടാം. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു അവകാശവും അവരിൽ ഇല്ല. ഇനി അതുപോലെ തന്നെ ഒരു സ്ത്രീയെ മൊഴി ചൊല്ലിയ ശേഷം ഇയാൾ തിരിച്ചെടുത്താൽ പിന്നെ അയാൾക്ക് ഇനിയിപ്പോൾ ഇദ്ദ കാലയളവ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും, പുതിയ നിക്കാഹ് അഖ്ദ് പ്രകാരമാണെങ്കിൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ത്വലാഖിൽ നിന്ന് ബാക്കിയുള്ള എണ്ണമേ ഉണ്ടാകുകയുള്ളൂ.
അതോ ഒരാളെ സംബന്ധിച്ച് ഒരു തൊലാഖ് അയാൾ ആദ്യം ചൊല്ലിയതാണെങ്കിൽ പിന്നെ തിരിച്ചെടുത്ത ശേഷം എത്ര തൊലാഖ് ഉണ്ടാവുള്ളൂ? തിരിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു തൊലാഖും പിന്നെ രണ്ടാമത്തെ തൊലാഖിൽ എന്താവും? പരസ്പരമുള്ള ബന്ധം വേർപിരിയുന്ന രൂപത്തിലുള്ള തൊലാഖുമായി തീരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭാര്യയിൽ നിന്ന് തൻ്റെ മഹർ തിരികെ വാങ്ങിക്കൊണ്ട് അവരെ മോചിപ്പിക്കുകയാണെങ്കിൽ, ഭാര്യയിൽ നിന്ന് മഹർ തിരികെ വാങ്ങിക്കൊണ്ട് മോചിപ്പിക്കുകയാണെങ്കിൽ, ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഭർത്താവല്ല മോചനം ആവശ്യപ്പെടുന്നത്. ആരാണ്? ഭാര്യയാണ്. അതുകൊണ്ടാണ് ആരാണ് വിവാഹമോചനം ആവശ്യപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമായിരിക്കണം. ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയാം? ത്വലാഖ് എന്ന് പറയാം. ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെടുന്നതാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഖുൽഅ് എന്ന് പറയും. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ കൂടെ ഒത്തുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് എങ്കിൽ അവർക്ക് വിവാഹമോചനം ചോദിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഹദീസിൽ അന്ന ഇംറഅത ഇബ്നു ഖൈസ് അതത് النبي صلى الله عليه وسلم فقالت يا رسول الله ثابت بن قيس ما أعتب عليه في خلق ولا دين ولكني أكره الكفر في الإسلام فقال النبي صلى الله عليه وسلم تردين عليه حديقته. അഥവാ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദീനിനെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള സ്വഭാവത്തെക്കുറിച്ചോ ഒന്നും എനിക്ക് മോശപ്പെടുത്തി പറയാനൊന്നുമില്ല. പക്ഷേ ഞാൻ അക്റഹുൽ കുഫ്ര ഫിൽ ഇസ്ലാം, അദ്ദേഹത്തോട് ഒരു നന്ദിയുള്ള ഒരു ഭാര്യയായി നിലകൊള്ളാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് നൽകണം? വിവാഹമോചനം നൽകണം. അഥവാ ഒരു ഭർത്താവിനോടുള്ള കടമകളെല്ലാം നിറവേറ്റാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് ഒരു ഹുന്ന കഫാറാത്തുൽ അഷീർ എന്ന് പറഞ്ഞില്ലേ, അഥവാ സ്ത്രീകളിൽ ചിലർ എന്ത് നന്മകൾ ഭർത്താവ് ചെയ്തു തന്നാലും അതിന് അവരോട് നന്ദി പറയാത്ത രൂപത്തിലുള്ള ചിലരുണ്ടാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്ന രൂപത്തിലുള്ള ഒരു സ്ത്രീയായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോടുള്ള കടമകൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൽ നിന്നും വിവാഹമോചനം ആവശ്യമാണ്, അത് നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അതറുദ്ദീന അലൈഹി ഹദീഖതഹു, അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ മഹറായി സ്വീകരിച്ച ഹദീഖ അത് നിങ്ങൾ തിരിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. ഒരു കോളുണ്ട്, ഒന്ന് സംസാരിക്കാം. നമ്മൾ പ്രോഗ്രാമിന് ഭക്ഷണം നൽകിയ കുവൈറ്റ് മുഹമ്മദ് അൽ ഉതൈബി സംസാരിച്ചു. അപ്പോൾ അതറുദ്ദീന അലൈഹി ഹദീഖതഹു, നീ ആ ഹദീഖ പാരിതോഷികമായി സ്വീകരിച്ച ഹദീഖ തിരിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കൊടുക്കാം. അപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് അദ്ദേഹം ഉണ്ടാതിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇഖ്ബലിൽ ഹദീഖ വതല്ലിഖ്ഹാ തത്ലീഖ, നീ ആ പാരിതോഷികം സ്വീകരിച്ച് ഒരു തവണ അവരെ നീ എന്ത് ചെയ്യുക? ത്വലാഖ് ചൊല്ലുക. തല്ലിഖ്ഹാ തത്ലീഖ, നീ അവരെ മൊഴി ചൊല്ലുക, നീ നിൻ്റെ മഹർ നീ തിരികെ സ്വീകരിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുൽഅ എന്താണ്? ഖുൽഅ പിന്നെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു. ഖുൽഅ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മഹർ തിരികെ കൊടുക്കണം. മഹർ കൈവശം വെച്ചുകൊണ്ട് ത്വലാഖ് ആവശ്യപ്പെടാൻ ഒരു സ്ത്രീക്ക് എന്തില്ല? അനുവാദം ഇല്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഖുൽഉമായി ബന്ധപ്പെട്ട് ഒരു പുരുഷനോട് അകാരണമായി അഥവാ ന്യായമായ ഒരു കാരണം തൻ്റെ ഭാഗത്ത് ശർഈയായ നിലയ്ക്ക് ന്യായമായ ഒരു കാരണമില്ലാതെ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? അനാവശ്യമായി ത്വലാഖ് ചോദിക്കരുത്. അങ്ങനെ ചോദിക്കുന്ന പിന്നെ സ്ത്രീകൾക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്നൊരു ഹദീസിൽ ഒന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളവും സ്ത്രീകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ല പുരുഷന്മാരെന്നും, നിങ്ങളിൽ പല ആളുകളെക്കുറിച്ചും സ്ത്രീകൾ എൻ്റെ അരികിൽ വന്ന് പരാതി പറയുന്നു, നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ പുരുഷനും സ്ത്രീയും ഈ വിഷയങ്ങളിൽ പാലിക്കേണ്ടതായ കാര്യമാണ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്യാമ്പുകളിൽ
ഫുഡ് ഇറക്കിയില്ല അവർ. ഓക്കെ. ഇനി അടുത്ത ഇതിൽ നമുക്ക് ഈലാ, ദിഹാർ, അതേപോലെ തന്നെ അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലഘട്ടത്തിൽ ചില വാചകങ്ങൾ, അഥവാ നീ ഭാര്യയോട് നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ്, അല്ലെങ്കിൽ ഞാനിനി എൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല തുടങ്ങിയൊക്കെ സത്യം ചെയ്യുന്നൊക്കെ രീതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശർഈയായ നിലയ്ക്ക് ഓരോ നിയമങ്ങൾ, അതുപോലെ തന്നെ ലിആൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഖിയാനത്ത്, വഞ്ചന ആരോപിക്കുന്ന സാഹചര്യങ്ങൾ വന്നാൽ അവിടെ പരസ്പരമുള്ള ശാപപ്രാർത്ഥനയുടെ വിഷയം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആണ് ഇനി ഈ ബാബിൽ നമുക്ക് എടുക്കാനുള്ളത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത തർബിയത്ത് ക്യാമ്പിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. അതിനുശേഷമാണ് ബാക്കിയുള്ള മുലയൂട്ടൽ പോലെയുള്ള വിഷയങ്ങൾ നമുക്ക് ഇതിൽ കടന്നു വരുന്നത്. ഇതൊക്കെ നമ്മൾ ഫിഖ്ഹിയായ നിലക്ക്, ശർഈയായ നിലക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ചോദ്യം: ത്വലാഖുൽ ബിദ്ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു 2 ഉദാഹരണം. സമയം കഴിഞ്ഞു. ത്വലാഖുൽ ബിദ്ഇ എന്താണ്? 2 ഉദാഹരണം. ഹൈദിൻ്റെ സമയത്ത് ചൊല്ലുകയാണെങ്കിൽ പിന്നെ 3 ഒന്നിച്ചുമല്ല എന്നുള്ള ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ വീട്ടിലെ കുടുംബത്തിലൊക്കെ എവിടെയെങ്കിലും ത്വലാഖ് ഉണ്ടാകുമ്പോൾ വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് ഇത് എഴുതിപ്പിക്കുമ്പോൾ വക്കീൽ നേരെ ഇത് 3 ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു. ചൊല്ലിയിട്ടുണ്ടാവില്ല, വക്കീലന്മാരങ്ങനെ എഴുതി പഠിച്ചു പോകുന്നത്, ഓരങ്ങനെ എഴുതുള്ളൂ. അപ്പോൾ നമ്മൾ തിരുത്തിക്കണം. 3 ചൊല്ലിയിട്ടില്ല, ഒരു തവണ ഉള്ളൂ. അത് തിരുത്തിയിട്ടേ ഒപ്പിടാൻ പാടുള്ളൂ. കാരണം നാട്ടിൽ വക്കീലന്മാർ അങ്ങനെ എഴുതും. ഇപ്പം അങ്ങനെ എഴുതലില്ല തോന്നുന്നുണ്ട്, നാട്ടിലത്തെ പ്രശ്നങ്ങൾ കൊണ്ട്. പക്ഷേ അങ്ങനെ എഴുതാൻ പാടില്ല. ശരിക്കും ഒരു തവണ എഴുതാൻ പാടില്ല. സമ്മാനം.